അതെ, ഇന്ന് നമ്മൾ ഹോം മെയ്ഡ് ബജ്ജി മുളക് ബജ്ജിയും അതും ഹോം മെയ്ഡ് തന്നെ അതാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ടെറസിൻ്റെ മുകളിൽ മുളക് ബജ്ജി നട്ടിട്ടുണ്ടായിരുന്നു. മുളക് ബജ്ജിയുടെ മുളകിൻ്റെ തൈ നട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് തൈ ഉണ്ടായിരുന്നു, പക്ഷേ പിടിച്ച് കിട്ടിയത് ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു 3 മുളക് പിടിച്ചായിരുന്നു. ഒരെണ്ണം കുറച്ചൊന്ന് പഴുക്കാറായതാ, പിന്നെ 2 അല്ല സാധാരണ ഇത്. ഞങ്ങളിങ്ങനെ പിച്ചി മുളക് ബജ്ജി ഉണ്ടാക്കാം എന്നുള്ള ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഞാനും പിന്നെയും കൂടെ മുളക് ഒക്കെ പിച്ചാനായിട്ട് മുകളിലോട്ട് കയറി. പിന്നെ ഇതിന് മെയിനായിട്ട് ഒരു ഇതെന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ ബജ്ജി മുളകില്ലേ, അത്രയും നീളമില്ല, ഇങ്ങനെ ഉണ്ടമുളക് ആ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ അതിനകത്തുള്ള ഈ സീഡ്സും കുറവായിരിക്കും, എരിവും ഇല്ല, വലിയ എരിവൊന്നുമില്ല സാധാരണ ഇതിനെക്കാട്ടി. ഇത് ഒത്തിരി ഇനമുണ്ട് ഈ ബജ്ജി മുളക് തന്നെ. ഞങ്ങളത് പിച്ചി സാധാരണ നോർമലി നമ്മൾ ബജ്ജിക്ക് അരിയുന്നതിൻ്റെ വിട്ട് ഇങ്ങനെ ബജ്ജിക്കട കിട്ടുന്നതിൻ്റെ വിട്ടല്ല, അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് ഞങ്ങൾ അരിഞ്ഞത്. പിന്നെ അതിൻ്റെ നമ്മുടെ ആ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കടലമാവും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തോട്ട് ഉപ്പും മുളക് പൊടി ആ ഒരു കളറിന് വേണ്ടിയിട്ട്, പിന്നെ സോഡാപ്പൊടി. ഇത് കുറച്ചൊന്ന് പൊങ്ങി വരണ്ടേ. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു രീതിക്ക് അങ്ങ് ആഡ് ചെയ്താൽ മതി. നിങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് രാത്രിയായി. പിന്നെ എണ്ണയൊക്കെ നല്ലോണം തിളപ്പിച്ച് അതിനകത്തോട്ട് ഈ മുളക് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ബാറ്റർ ആദ്യം കുറച്ച് കുറുകിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഒന്ന് ലൂസാക്കി മുളകെല്ലാം ഇതിനകത്തോട്ട് മുറിച്ച് ഇതിനകത്തോട്ടിട്ട് ഉണ്ടാക്കി വന്നപ്പോൾ ഈ ഒരു രീതിയിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചട്നി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ.